നമസ്കാരം സാർ. സതീഷിന്റെ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ, ഓഫീസിൽ വന്നില്ല. ഞാൻ വന്നത് സതീഷിന്റെ അമ്മയെ കാണാനാണ്. സതീഷിന്റെ സ്കൂൾ അഡ്മിഷൻ കാശ് ശരിയായെന്ന് പറയാൻ വന്നത്. അത് അദ്ദേഹത്തോട് പറഞ്ഞാൽ മതിയായിരുന്നു. ബാങ്കിൽ നിന്ന് വരുന്ന വഴിയാണ്. ഇവിടെ എത്തിയപ്പോ ഇങ്ങോട്ടൊന്ന് കയറണമെന്ന് തോന്നി. മോഹം. പണം ആവശ്യമുണ്ടെങ്കിൽ തരാം. എത്ര വേണമെങ്കിലും തരാം. എത്ര വേണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ? ആരോട്? എന്റെ ഭർത്താവിനോട്. സംഖ്യ ഒരു പ്രശ്നമല്ലെന്ന് സാർ പറഞ്ഞെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയാം. അത് വേണ്ട. രാഘവൻ അറിയാൻ അറിഞ്ഞാൽ ഒന്നും വേണ്ടത് പറയും. സുശീലക്ക് വേണമെങ്കിൽ മോനെ ഇന്ന് വാ. സാർ ലോക്ക് ചെയ്തിട്ടില്ല. ചെയ്യോ? ഞാനിന്ന് ബാങ്കിൽ പോയി വരുന്ന രാഘവന്റെ വീട്ടിലൊന്ന് കയറി മകന്റെ സ്കൂൾ അഡ്മിഷൻ കാര്യം ശരിയാക്കാൻ തന്നെ മിസ്സസിനോട് പറഞ്ഞേക്കാമെന്ന് വെച്ചാൽ അങ്ങോട്ട് കയറി. പക്ഷേ രാഘവൻ എന്നെ ഒന്ന് അകത്ത് കടന്നിരിക്കാൻ പോലും പറഞ്ഞില്ല. ഒരു അന്യനെ പോലെയാണ് അവിടെ തീരുമാനിച്ചത്. സാറേ, അവളൊരു നാട്ടുംപുറത്തുകാരി പെണ്ണ്. അവർക്ക് ഈ ഫോർമാലിറ്റീസ് ഒന്നും അറിഞ്ഞൂടാ. അവർക്ക് വേണ്ടി ഞാൻ സാറിനോട് മാപ്പി ചോദിക്കും. ഞാൻ അതൊന്നും അത്ര സീരിയസ് ആയി എടുത്തിട്ടില്ല. എനിക്ക് വീട്ടിൽ പോകാൻ സമയമായി. ഞാൻ പോകുന്നു. രാഘവൻ അത്രക്കൊന്നുമില്ല, കുറച്ചുകൂടി. പരിഭ്രമിക്കാനൊന്നുമില്ല. മനുഷ്യനെ എന്തിനെ നശിപ്പിക്കുന്നു? തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു ഇങ്ങനെ കുടിക്കരുത്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇത് സഹിക്കാനാവില്ല. കേൾക്കാൻ അവളാ എന്നെ നിയന്ത്രിക്കാൻ എന്ന് പറഞ്ഞല്ലേ കുടിച്ചത്. കുറച്ച് വെള്ളം തലയിലൊഴിച്ച വേഗത്തിൽ സോമറ ഒന്ന് കുടിപ്പിക്കാം. ഏറ്റവും നല്ല മെല്ലെ മെല്ലെ. കുടിപ്പിച്ചോളാം.